ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് ടോസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് ബ്രെഡാണ്. ഇപ്പോൾ നമുക്ക് ബ്രൗൺ ബ്രെഡ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ്. പിന്നെ ഒരു 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ്, നമ്മൾ ഈ മുട്ടയുടെ ഒരു സ്മെല്ല് ഉണ്ടാവാതിരിക്കാനാണ് വാനില എസൻസ് ചേർക്കുന്നത്. പിന്നെ നെയ്യ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബ്രെഡ് ടോസ്റ്റ് നമ്മളിങ്ങനെ പാനിലിട്ട് ശരിയാക്കി എടുക്കുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. ബട്ടർ ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്കൊരു മുട്ട ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ വാനില എസൻസ് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ലുണ്ടാവില്ല, അതിന് വേണ്ടിയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് ചെറുതായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡും നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിൽ മുക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങോട്ടും അപ്പുറ സൈഡും നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കുക. ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇതേപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു അളവിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 7 ബ്രെഡാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ഒരു സാധനമാണിത്. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.